I'm Dr. Hussain. This is in the project in Malappuram nearby Calicut Airport. It's around 50-acre land. Around 11 projects are coming. ഞങ്ങളത് 13-ലാണ് സ്ഥലം മേടിച്ചത്. 19-ൽ അവിടെ റോഡിൻ്റെ പ്രശ്നമുണ്ടായതുകൊണ്ടും നമുക്ക് റോഡിൽ 4 മീറ്ററും 5 മീറ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 8 മീറ്റർ വേണമെന്നുള്ള അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2021 ശേഷം അത് 7 മീറ്റർ ആയാൽ മതി എന്നുണ്ടായിരുന്നു. ആ റോഡ് തന്നെയാണ് പ്രശ്നം. ഏകദേശം 11 പ്രോജക്റ്റിൽ ഞങ്ങൾ 4 പ്രോജക്റ്റ് ഓൾറെഡി തീരാറായി. ഒരു റോമൻ തിയേറ്റർ, ഒരു IT പാർക്ക്, അതുപോലെ തന്നെ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു 80% വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ പ്രശ്നമായിട്ടുള്ളത് ഈ റോഡിൻ്റെ പ്രശ്നമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇതിൻ്റെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 19 തന്നെ ബഡ്ജറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങളീ പറഞ്ഞ പോലെ 3 മാസം കൊണ്ട് അറ്റ്ലീസ്റ്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഏകദേശം 6 or 7 പ്രാവശ്യം നമ്മൾ 2 ഫിസിക്കൽ വിസിറ്റും അതുപോലെ തന്നെ 6 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. അത് വളരെ 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 അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് തന്നെയാണ് ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള പോയിന്റിൽ. അഫ്കോഴ്സ് ഞാനത് ദുബായിൽ വെച്ചിട്ടും പറഞ്ഞിരുന്നു. അന്നത്തെ സമയത്ത് നിങ്ങളെല്ലാം പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടി. നിങ്ങളന്ന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു. കളക്ടറും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടു. അതിനൊന്ന് സ്പീഡപ്പ് ചെയ്തു. അപ്പം ഞങ്ങളോട് പഞ്ചായത്തിന് വേണ്ടി സ്ഥലം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അത് 8 മീറ്റർ ആവും. അങ്ങനെ 13 ലാൻഡ് മേടിച്ചു കൊടുത്തു. 350 മീറ്റർ നീളമുള്ളത്. അപ്പം അത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് 2022 പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അതിന് പൈസ ഇല്ലായിരുന്നു. ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 1,40,00,000 രൂപ വരുന്നതാണ്. അത് പിന്നെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഒരു 6-7 മാസം കഴിഞ്ഞ് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. ഒരു 50-65 സെൻറ്റിമീറ്റർ മാത്രമുള്ള എൻക്രോച്ച്മെൻറ്റ്. അതിന് വീട്ടിലും മുമ്പിലുള്ളവർ അതിന് അനുവദിക്കുന്നില്ല. രണ്ടാമത് ഒരു അമ്പലത്തിൻ്റെതായിട്ടുള്ള ഒരു അവകാശമുള്ള പറഞ്ഞ് അതിൻ്റെ അടുത്തുള്ള നോട്ട് റിലേറ്റഡ് പാർട്ടി ബട്ട് അഗെയിൻ നിയർ ബൈ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് ഈ പ്രശ്നങ്ങൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ കളക്ടർ ഓഫീസിൽ വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതിനുവേണ്ടി പല മീറ്റിങ്ങുകളും നടന്നു. പക്ഷേ ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല. ഇപ്പം പഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലമും റോഡിന് വേണ്ടിയിട്ടും 3.4 crore പണിയിൽ ഏകദേശം 80% കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം നിർബന്ധമായി ഞങ്ങൾ ആ റോഡ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പ്രോജക്റ്റ് വരും. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 5-star ഹോട്ടലും ഇപ്പോൾ താജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, കൺവെൻഷൻ സെൻറ്റർ അടക്കം. അതിൻ്റെ കൂടെ തന്നെ ഈ റോമൻ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് കൾച്ചറൽ വാല്യൂ അങ്ങേയറ്റം കൊണ്ടുവരണം. ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരു മലബാർ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം കൂടി 11 പ്രോജക്റ്റുകളിൽ ഞങ്ങൾ 19 ഞങ്ങൾക്ക് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തോളെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, എൻ്റെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ സർ. ഞാൻ പഞ്ചായത്തിന് വേണ്ടി സ്ഥലം മേടിച്ചു കൊടുത്തു. റോഡിന് പൈസ ഇല്ലാത്തതുകൊണ്ട് റോഡും ഇപ്പം പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട്. ആ ഇഷ്യൂ ഒന്ന് മാറ്റിത്തരണം. അത് ഇപ്പം നിയമത്തിൽ 2 പേരുടെ എൻക്രോച്ച്മെൻറ്റ് പഞ്ചായത്തും പേപ്പറൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും നടക്കുന്നില്ല. ഈ സംഭവം എന്ന് പറയുന്നത് ഏകദേശം 8-9 മാസം പുറമേ ആയിക്കഴിഞ്ഞു. കാരണം അത് ബോട്ടിൽ നെക്കിൽ പോലെ വന്ന് നിൽക്കുകയാണ്. ഇത് വരുമ്പോഴാണ് ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ട ലോജിസ്റ്റിക്കും അവിടെ ഉള്ളിലേക്ക് സാധനം കൊണ്ടുവരാനുള്ള എളുപ്പ വഴി. കാരണം എല്ലാം തന്നെ വലിയ വലിയ പ്രോജക്റ്റാണ്. ഏകദേശം 600,000 ഇതിന് ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഏകദേശം 100 കോടി രൂപ പുറമെ ഇപ്പോൾ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് ഇത് ഞങ്ങളുടെ അല്ല, പഞ്ചായത്തിൻ്റെ റോഡാണ്. പഞ്ചായത്തിൻ്റെ റോഡ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്. 2 വിഷയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഇടപെട്ട് ഇതൊന്ന് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും? കാരണം 5 വർഷമായിട്ട് ഫണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്
ബാങ്കുകളൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ് ഞാൻ 5 കൊല്ലം മുമ്പ് താങ്കൾ പിന്നെ ദുബായിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് 5 കൊല്ലം നമ്മൾ ലേറ്റ് ചെയ്തു? ഓക്കെ, ഓൾദോ ഇൻ ബിറ്റ്വീൻ ഒരു നല്ല വർക്കുകൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് physically they visited and they've seen it. So my question is, help me to ഈ എൻക്രോച്ച്മെൻറ്റിനെ റിമൂവ് ചെയ്യാനുള്ള അവർ ഉള്ളിൽ വന്നതാണെന്ന് രേഖാപ്രകാരം ഞങ്ങളും കാണിച്ചു കൊടുത്താണ്. രണ്ടാമത് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ പഞ്ചായത്ത് റോഡിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സ്ഥലം മേടിച്ചു കൊടുത്തു. അത് പബ്ലിക് ഉപയോഗം. എങ്ങനെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാൻ പറ്റും? സോ ദാറ്റ് കേരളത്തിലുള്ള ആയിരക്കണക്കിനുള്ള പ്രോജക്റ്റിന് ഇങ്ങനെ ഏതെങ്കിലും ബോട്ടിൽ നെക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളെ കേരള ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏകദേശം 5000 പേർക്ക് ജോലി കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ നമ്മൾ കേരള സ്റ്റേറ്റ് പഞ്ചായത്ത് മിനിസ്റ്ററിന് ഇത് 1.5 കൊല്ലം മുമ്പ് ഞാൻ അപേക്ഷയായിട്ട് കൊടുത്തിട്ട് അത് പിന്നെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനും ആ കോപ്പി അയച്ചിരുന്നു. ഈ 2 വിഷയമാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. അതർവൈസ് your interactive things these days is happening, as my office is reported, very actively, highly appreciable. അതിലിപ്പോൾ നിങ്ങളുടെ പ്രശ്നം നമ്മൾ കുറേ ഇടപെട്ടുള്ളതാണ്. അത് റോഡുണ്ടായാലും നിങ്ങൾ ഉപേക്ഷിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ദുബായ് എക്സ്പോയ്ക്ക് വന്നപ്പോൾ ഡോക്ടർ ഹുസൈൻ അന്ന് വന്ന് കണ്ടേ ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇടപെട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇതുവരെ എത്തിച്ചത്. ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കളക്ടർ യോഗം വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിങ്ങളുടെ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേറെ ചില മാനങ്ങൾ ആ തർക്കത്തിൽ വരാനിടയുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ ഇൻറ്റേർണലി അത് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വേറെ ചില മാനങ്ങൾ അവിടെ വരാനിടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇടപെടാം. അപ്പോൾ അവിടെ ഈ ചില വേറെ ഇതിലേക്ക് വഴിതിരിഞ്ഞ് പോകാതിരിക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങളൊന്ന് ഇൻറ്റേർണലായി ശ്രമിക്കട്ടെ, എന്നിട്ട് പരിഹാരമായില്ലെങ്കിൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വേണമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാം. എനിക്ക് തോന്നുന്നു സാർ, അതായത് ഞങ്ങൾ തന്നെ ഇടപെട്ടിട്ട് ഇപ്പം നമുക്കൊരു ഏകദേശം ഈ 350 മീറ്ററിൽ ഒരു 200 മീറ്റർ വരെ ഞങ്ങൾ പണി കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ അല്ല, അവിടെ ഒരു കമ്മിറ്റിക്കാർ ചെറിയ അതെ. അതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പല അവരുടെ ചൊൽപ്പടിക്ക് കീഴ്വഴങ്ങി ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇത് കോർട്ടിലുള്ളതുകൊണ്ട് അത് ഏത് കോർട്ടിലാണുള്ളത്? പിന്നെ പരപ്പനങ്ങാടി സപ്പോർട്ടിലുണ്ട്, അറിയാം, നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അല്ല, ഗവൺമെന്റ് എന്തെങ്കിലും വിളിക്കണമെങ്കിൽ കളക്ടറെ കൊണ്ട് വിളിപ്പിക്കാം. അത് പറഞ്ഞാൽ മതി, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ അത് തന്നെ സെറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ ഹോൾഡ് ചെയ്തത്. ഞങ്ങളത് പറയേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ഇത് വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ വിളിപ്പിക്കാം മീറ്റിംഗ്. രണ്ടാമത് സാർ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു സജഷനാണ്, കേരളത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഈ പഞ്ചായത്തിന് 13 സ്ഥലം ഞാൻ മേടിച്ച് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ദാറ്റ്സ് എക്സ് എമൗണ്ട്. രണ്ടാമത് ഇപ്പോൾ ഞാൻ റോഡ് ഞാൻ തന്നെ എൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ 5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം നല്ല പോസിറ്റീവായിട്ട് ഈ റോഡിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് വേറെ 3 crore തരുന്നതിന് പകരം ഈ സ്പെൻഡ് ചെയ്തത് ഏത് തരത്തിൽ തിരിച്ചു തരാൻ പറ്റും? ചിലപ്പം ഡോക്ടർ ഹുസൈൻ നമ്മൾ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതായി പോകും. അതന്നെ അങ്ങനെ ചെറുതാകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ചിലപ്പോൾ ഇനി തൊട്ട് ഞങ്ങൾ പഞ്ചായത്തിന് അടയ്ക്കേണ്ട ടാക്സിൽ നിന്ന് അത് കഴിച്ചു പോകുന്നത്. നമ്മൾ ബ്രിഡ്ജൊക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് അത് കാലങ്ങളോളം ടോൾ പിരിച്ച് പോകുന്ന പോലെ പൈസയായി തരാതെ, എന്നാൽ ഈ സ്ഥാപനങ്ങൾ അവിടെ വരുമ്പോൾ അവർക്കത് റിവേഴ്സ് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കാം, സാധാരണ നമുക്ക് അത്ര റോഡ് വേണം. ഇപ്പം ഇന്നലെ ഞാനൊരു കല്യാണത്തിന് ഒരു രക്ഷയില്ല, ഒരു വണ്ടി ഇങ്ങ് വന്നാൽ മൊത്തം ബ്ലോക്കാണ് എന്ന് വെച്ചാൽ അത്രയും വീതിയില്ല അവിടെ. പക്ഷെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു സൈഡിന് പകരം 2 സൈഡിലും കൂടി വീതി കിട്ടിയാലും കൊടുക്കാമെന്നാണ് പുതിയൊരു അമെൻമെന്റ് ഇപ്പോൾ ചട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇത് നോക്കാം, ഒരു മീറ്റിംഗ് വിളിപ്പിക്കാം. താങ്ക് യു സർ.